ഗതാഗത വകുപ്പാണ് ലഭിക്കുന്നതെങ്കിൽ വെല്ലുവിളിയായി കരുതുന്നില്ലെന്ന് നിയുക്ത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. കെ.എസ്.ആർ.ടി.സിയിൽ സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരുമെന്നും ഗണേഷ് കുമാർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്നും കമലേഷ് തെക്കേക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നിയുക്ത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ആദ്യമായി ആശംസകൾ. താങ്ക് യു. ഈ ഏതായാലും ഇപ്പോൾ വകുപ്പ് സംബന്ധിച്ച് മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഗതാഗത വകുപ്പ് തന്നെയാവുമെന്ന കാര്യത്തിൽ വലിയ തർക്കമൊന്നുമില്ല. അതെ, അങ്ങയെ സംബന്ധിച്ച് അത് അത്ര പരിചയമില്ലാത്ത ഒരു വകുപ്പുമല്ല, നേരത്തെ തന്നെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വകുപ്പാണ്. എന്തു തോന്നുന്നു, എങ്ങനെ അതൊരു വലിയൊരു പ്രതിസന്ധിയാകുമോ, ഒരു വെല്ലുവിളിയായി അങ്ങ് കാണുന്നുണ്ടോ അതിന്? അന്നത്തെ സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം. ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ഒരാഴ്ച എങ്കിലും പഠിച്ചതിന് ശേഷം ഞാൻ മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടി ചില പരിഷ്കാരങ്ങൾ, അതായത് സാമ്പത്തികമായ ഒരു അച്ചടക്കമാണ് ഞാൻ ബേസിക്കായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ജീവനക്കാരും ആയിട്ട് നല്ലൊരു ബന്ധം കൊണ്ടുപോകണം. പിന്നെ അതിലുപരി യാത്രക്കാരെ രാജാവായി കാണണം എന്നാണ് ഇതിൻ്റെ ഒരു പോളിസി. നമ്മളൊരു സ്കൂളിൽ പോയാൽ സ്കൂളിലെ കുഞ്ഞുങ്ങളാണ് അവിടുത്തെ രാജാവ്, ടീച്ചേഴ്സല്ല, HM അല്ല. ഒരു തിയേറ്ററിൽ പോയാൽ പ്രേക്ഷകനാണ് അവിടുത്തെ രാജാവ്, അല്ല അവിടുത്തെ മാനേജറല്ല എന്ന് പറഞ്ഞതുപോലെ യാത്രക്കാരനെ രാജാവായി കണ്ട് KSRTC മുമ്പോട്ട് പോകാനുള്ളൊരു സാഹചര്യം തൊഴിലാളികളുമായിട്ട് ആലോചിക്കും. തൊഴിലാളികളെ ഉപദ്രവിക്കുന്ന ഒരു പരിപാടിക്ക് പോകില്ല. പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ തൊഴിലാളി യൂണിയനുകൾ ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ള നിലപാട് തന്നെ പണ്ട് ഞാൻ അനുവദിച്ചിട്ടില്ല. അത് അവർ തൊഴിലാളികളുടെ വെൽഫെയറിന് വേണ്ടിയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും സംസാരിക്കാം. അതിലൊരുപക്ഷെ യൂണിയൻകാരെക്കാൾ കൂടുതൽ താല്പര്യം കാണിക്കുന്ന ആൾ ഞാനായിരിക്കും. കാരണം എൻ്റെ അച്ഛൻ ഒരു കശുവണ്ടി തൊഴിലാളികളുടെ നേതാവായിരുന്നു. അന്ന് പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളി സ്ത്രീകളെ കണ്ടാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും തൊഴിലാളികളോട് എനിക്ക് അമിതമായ സ്നേഹമുണ്ട്. അത് ഞാൻ പണ്ടും പ്രകടിപ്പിച്ചിട്ടുണ്ട്. രണ്ട് മുന്നണികളിലുമായി വിവിധ മന്ത്രിമാർ പലതവണ കൈകാര്യം ചെയ്തിട്ടുള്ളൊരു വകുപ്പുമാണ്. പക്ഷേ ഉദ്ദേശിച്ച നിലയിൽ അതിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ആക്ഷേപമുണ്ട്. അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ നേരത്തെയുള്ളൊരു സാഹചര്യമല്ല നിലവിൽ KSRTCയുടെ സാഹചര്യം. അപ്പോൾ ഏത് നിലയിൽ ഇതിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുമെന്നാണ് അങ്ങ് കരുതുന്നത്? അല്ല, ഒരു സാമ്പത്തിക അച്ചടക്കമാണ് അടിസ്ഥാനപരമായിട്ട് വരേണ്ടത്. ഒരു പൈസ പോലും ചോർന്ന് പോകാതെ നോക്കണം. യാതൊരുവിധ കറപ്ഷനും അനുവദിക്കാതിരിക്കണം. അത് ചെറിയ ചെറിയ ചോർച്ചകൾ പോലും അടയ്ക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇതിനെ ഒരു 6 മാസം കൊണ്ടോ 1 കൊല്ലം കൊണ്ടോ 2.5 വർഷം കൊണ്ടോ രക്ഷപ്പെടുത്തിയെടുക്കാം, അല്ലെങ്കിൽ ലാഭത്തിൽ കൊണ്ടുവരാമെന്നുള്ള മണ്ടത്തരം ഞാൻ പറയില്ല. ഇന്നത്തെ ഒരു സ്ഥിതിയിൽ നിന്ന് എല്ലാവരും സഹകരിച്ചാൽ, തൊഴിലാളികളും ജനങ്ങളും മാധ്യമങ്ങളും എല്ലാവരും സഹകരിച്ചാൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെയും ധനകാര്യമന്ത്രിയുടെയും ഒരു ശക്തമായ പിന്തുണയുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇടതുപക്ഷ മുന്നണി സർക്കാരിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഒരു പിന്തുണയുണ്ടെങ്കിൽ ഈ തൊഴിലാളികളുടെ ഈ ഒരു ദുരിതപൂർണമായൊരവസ്ഥയിൽ നിന്ന് നമുക്കിതിനെ കരകയറ്റാൻ പറ്റും. ഒരു ആശയം മുന്നോട്ട് വയ്ക്കും മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചതിന് ശേഷം. കേരളത്തിലെ എല്ലാ മുക്കിലും മൂലയിലും പൊതുഗതാഗതം ഉണ്ടാകുന്ന ഒരാശയം, അതിനൊരു ശ്രമം നടത്തും. അതെൻ്റെ മനസ്സിലെ ഒരു ആഗ്രഹമാണ്. ഇപ്പോൾ മറ്റ് സർക്കാർ ജീവനക്കാരെ പോലെയല്ല, മറ്റ് സർക്കാർ ജീവനക്കാരെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് KSRTC തൊഴിലാളികൾ. വലിയ യാതനകളാണ്. ഒരു നിത്യജീവിതം പോലും വഴിമുട്ടി പോകുന്നൊരു സാഹചര്യമുണ്ട്. വലിയ പ്രക്ഷോഭത്തിലേക്ക് അവർ പോകുന്നൊരു സാഹചര്യമുണ്ട്. ആ തൊഴിലാളികളോട് അങ്ങ് എന്താണ് പറയുക? എൻ്റെ തൊഴിലാളികൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പണ്ട് മന്ത്രിയായിരുന്നിട്ടുണ്ട്. അന്നും ഈ 1-ാം തീയതി ശമ്പളം കൊടുക്കാൻ സമയമാകുമ്പോൾ ഒരു വെപ്രാളമുണ്ട്. ഒരു 20-ാം തീയതി കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഉറങ്ങാറും ഭക്ഷണം കഴിക്കാറും ഇല്ലായിരുന്നു. കാരണം എനിക്ക് 1-ാം തീയതി പൈസ കൊടുക്കാൻ പറ്റുമെന്നുള്ള വെപ്രാളമായിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. 7.5 വർഷത്തോളമായിട്ട് അവരെ എല്ലാ കാര്യങ്ങളും ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഗവൺമെൻറ് നൽകി പോവുകയാണ്. അപ്പോൾ അതിന് ഗവൺമെൻറ്റിൻ്റെ ലോഡ് കുറയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതല്ലാതെ ഇപ്പം നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ശമ്പളം എന്നുള്ള മാറ്റാൻ പറ്റത്തില്ല. ഗവൺമെൻറ് തന്നെ കൊടുക്കേണ്ടി വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കണക്കെല്ലാം ഒന്ന് കണ്ടതിന് ശേഷം, ഒരു 2 ആഴ്ച പഠിച്ചതിന് ശേഷം ഞാൻ വീണ്ടും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായ ഉത്തരം പറയാം. ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല, വളരെ ട്രാൻസ്പെറൻ്റായിട്ട് ചെയ്യും. അത് ഏറ്റവും നല്ലൊരു ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരും. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എൻ്റേതായ പഠിച്ചതിന് ശേഷം ഞാൻ അദ്ദേഹത്തിന് പ്രപ്പോസൽ കൊടുക്കും. അദ്ദേഹത്തിൻ്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് കേരളത്തിൽ നടപ്പിലാക്കും. ഇന്ത്യൻ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ തന്നെ ഏറ്റവും വ്യത്യസ്തമായ ചില ആശയങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അതോടൊപ്പം മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ സമകാലീന വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇടപെടുകയും മുന്നും പിന്നും നോക്കാതെ എന്ന് തന്നെ പറയാം, ആ നിലയിൽ അഭിപ്രായം പറയുകയും ചെയ്യുന്നൊരു നേതാവ് കൂടിയാണ് അങ്ങ്. ഇനിയിപ്പോൾ അതിലൊരു കണിശത പാലിക്കാൻ അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഞാനൊരു സർക്കാരിനെതിരെയൊന്നും അല്ല പറയുന്നത്. ഞാൻ തെറ്റുകൾ കാണുമ്പോൾ സിസ്റ്റത്തിലെ മിസ്റ്റേക്കുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ, അത് MLA ആവണമെന്നില്ല, അതൊരു സാധാരണ പൊതുപ്രവർത്തകൻ സിസ്റ്റത്തിലെ ശരിയായ മിസ്റ്റേക്കുകൾ ചൂണ്ടിക്കാണിക്കാം. അത് വിരോധം വെച്ചിട്ടല്ല, രാഷ്ട്രീയ വിരോധം വെച്ചിട്ടല്ല. അത് പാടില്ല. നമ്മൾ ഒരു വ്യക്തിയോടല്ലല്ലോ പറയുന്നത്. നമ്മുടെ സിസ്റ്റത്തിൽ ഇങ്ങനെ തകരാറുണ്ട്. ആ സിസ്റ്റത്തിലെ തകരാറ് പറഞ്ഞപ്പോൾ എനിക്കെതിരെ വലിയ വാഗ്വാദങ്ങൾ അടിച്ച ആളാണ് ഇപ്പോൾ സ്ത്രീധനം വേണമെന്ന് ആവശ്യപ്പെട്ട് ജയിലിൽ കിടന്നത്.
ആ പാവപ്പെട്ട കുഞ്ഞിൻ്റെ പഠിക്കുന്ന മിടുമിടുക്കിയായ കുഞ്ഞിൻ്റെ ജീവൻ നശിപ്പിച്ച ദുഷ്ടൻ എനിക്കെതിരെ ആഞ്ഞടിച്ച ആളാണ്. ഏതാ ഞാൻ സത്യം പറഞ്ഞപ്പോൾ. സത്യം പറയുമ്പോൾ ആരും അതിനെതിരെ പറയണ്ട. ഞാൻ എന്ത് അസത്യം പറഞ്ഞു? ഞാൻ എന്ത് ദ്രോഹം ചെയ്തു? ആർക്കാണ് ഞാൻ ദ്രോഹം ചെയ്തത്? അല്ല, 2021 രാഷ്ട്രീയത്തിൽ വന്ന കാലം തൊട്ട് എന്തെല്ലാം വിവാദങ്ങൾ എന്നെപ്പറ്റി കത്തിച്ചു. അതുകൊണ്ട് പറഞ്ഞ വിവാദങ്ങളിലേക്ക് വലിച്ചഴിക്കരുത് എന്ന് പറഞ്ഞത്. ഇത്രയും വിവാദങ്ങൾ എനിക്കെതിരെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വിവാദം ക്ലച്ച് പിടിച്ചു? കാരണം സത്യമില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും വിജയിക്കില്ല. ലോകത്ത് സത്യമേ വിജയിക്കൂ. ചലച്ചിത്ര മേഖലയിൽ നിന്നാണെങ്കിൽ വീണ്ടും ഒന്ന് തിളങ്ങി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. നല്ല നിരവധി വേഷങ്ങൾ ചെയ്യുന്നൊരു സമയമാണ്. ഇനിയിപ്പോൾ അതിൽ നിന്നൊരു അവധി എടുക്കേണ്ടി വരുമോ? മുഴുവൻ സമയം സിനിമ നമുക്ക് പറ്റത്തില്ല. കാരണം ഇനി അഭിനയിക്കാൻ അത്ര നല്ല വേഷം വന്നാൽ മുഖ്യമന്ത്രി അനുവദിച്ചാൽ മാത്രമേ അഭിനയിക്കാൻ പറ്റൂ. അല്ലാതെ മുഖ്യമന്ത്രിയുടെ അനുവാദമില്ലാതെ സിനിമ അഭിനയിക്കാൻ പറ്റത്തില്ല. ഓക്കെ, എന്തായാലും സിനിമയും പുതിയ പദവിയും ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. നേരത്തെ തന്നെ ഗതാഗത വകുപ്പിൻ്റെ ചുമതല നിർവഹിച്ചിട്ടുള്ള മന്ത്രി കൂടിയാണ് അദ്ദേഹം. ഏതായാലും പുതിയ വെല്ലുവിളി ഏത് നിലയിൽ ഏറ്റെടുക്കാൻ കഴിയുമെന്നുള്ളത് അത് സംബന്ധിച്ച് ആ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് അതിനെ വിജയത്തിലേക്ക് കൊണ്ടുവരാൻ KSRTC രക്ഷപ്പെടുത്താൻ KB ഗണേഷ് കുമാറിന് കഴിയുമോ എന്നുള്ളത് തന്നെയാണ് ചോദ്യം. ക്യാമറ പേഴ്സൺ ഷാൻ JS-നൊപ്പം കമലേഷ് തെക്കേക്കാട്, കേരള വിഷൻ ന്യൂസ്.